കോതമംഗലം പ്രതിഷേധത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ആശ്വാസം. മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി. അതേസമയം മുഹമ്മദ് ഷിയാസിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു. മൂവാറ്റുപുഴ DYSP AJ തോമസിനെ ആക്രമിച്ചെന്നാണ് കേസ്. വിവരങ്ങളുമായി S ശ്രീകാന്ത് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കോടതിയിൽ എത്തി ഷിയാസിന് അനുകൂലമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു കോടതിയിൽ നടന്നത്? അത് ഒരു കേസിലാണ് ഇന്ന് ഹൈക്കോടതിയിലേക്ക് മുഹമ്മദ് ഷിയാസ് ഒരു ഹർജിയുമായി പോയത്. അതിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടാണ് പോയത്. ഷിയാസിന് അനുകൂലമായി കോടതിയിൽ നിന്നും വിധി വന്നു. ഷിയാസിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. പോലീസിൽ നിന്നും റിപ്പോർട്ടും തേടി. ആ കേസ് ഇങ്ങനെയാണ്: പോലീസിന്റെ വാഹനം തകർത്തു, പോലീസ് വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിച്ചു. ഇതാണ് കേസ്. ഇതിനാണ് DCC പ്രസിഡന്റ് ഒന്നാം പ്രതിയായി കേസ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ഷിയാസിന്റെ അഭിഭാഷകൻ പറഞ്ഞത്, ഈ വാഹനം തകർക്കുന്നത് ഈ മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്ന് ആ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ ഇരിക്കുന്നയാൾ എങ്ങനെയാണ് വാഹനം തകർക്കുകയും ഈ താക്കോൽ മോഷ്ടിക്കുകയും ചെയ്യുക എന്നൊരു ചോദ്യം മുഹമ്മദ് ഷിയാസിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി മുൻപാകെ ഉയർത്തി. തുടർന്നാണ് കോടതി പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കഴമ്പുള്ളതായി കാണുന്നില്ല എന്നൊരു നിരീക്ഷണത്തോടു കൂടി ഇപ്പോൾ ഷിയാസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഷിയാസിനെ അറസ്റ്റ് ജസ്റ്റിസ് CS ഡയസ് തടഞ്ഞത്. പക്ഷെ അതേസമയം മറ്റൊരു കാര്യം, അത് കുറച്ച് രസകരമാണ്. ഇപ്പോൾ അടുത്ത കേസ് മുഹമ്മദ് ഷിയാസിന്റെ മുകളിൽ വന്നിരിക്കുന്നു. അതായത് മൂവാറ്റുപുഴ DYSP AJ തോമസിനെ ആക്രമിച്ചു എന്നുള്ളതാണ് കേസ്. അതിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ആ കേസിൽ കോതമംഗലം കോടതിയിൽ ഷിയാസ് ഇപ്പോൾ സറണ്ടർ ചെയ്തിരിക്കുന്നു. ആ കേസിൽ ജാമ്യാപേക്ഷയും വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. പോലീസ് അവരുടെ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഏത് വിധേനയും മുഹമ്മദ് ഷിയാസിനെ ഒരു ദിവസമെങ്കിലും കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുക എന്നൊരു ഉദ്ദേശം പോലീസിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം തന്നെ മൂന്നാമത്തെ കേസാണ് കീഴ്ക്കോടതിയിൽ വരുന്നത്. ഒരു കേസ് ഹൈക്കോടതിയിലും എത്തുകയും ചെയ്തു. കേസ് അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. S ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.